ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇയ്യോബ് 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മുടെ വായനയ്ക്ക് ആധാരമായുള്ളത്. 17-ാം അധ്യായത്തിൽ ഇയ്യോബിന് തൻ്റെ ജീവിതം അവസാനത്തിങ്കിലേക്ക് എത്തിച്ചേരുന്നുവെന്ന് തോന്നുന്നു. സുഹൃത്തുക്കൾ ആശ്വാസകരല്ല, മറിച്ച് പരിഹസിക്കുന്നവരാണെന്ന് അവൻ പറയുന്നു. തൻ്റെ കഷ്ടതയിൽ നിന്ന് മോചനം ലഭിക്കില്ലെന്ന നിരാശ അവനെ കീഴടക്കുന്നു. ശവകുടീരം മാത്രമാണ് തൻ്റെ വിശ്രമസ്ഥലമെന്ന് അവൻ കരുതുന്നു. വേദനയിലും ദൈവത്തോട് സംസാരിക്കുന്നതിലൂടെ വിശ്വാസത്തിൻ്റെ തുടർച്ച ഇവിടെ കാണാം. ദൈവം മിണ്ടാതിരിക്കുമ്പോൾ വിശ്വാസം എങ്ങനെ പോരാടുന്നു എന്ന് ഈ അധ്യായം കാണിക്കുന്നു. ആത്മീയമായി വിശ്വാസം എല്ലായ്പ്പോഴും ശക്തമായതായിരിക്കണമെന്നില്ല. അത് തളർന്നതും ചോദ്യങ്ങളാൽ നിറഞ്ഞതുമാകാം. എന്നിരുന്നാലും ദൈവത്തോടുള്ള ബന്ധം തുടരുക എന്ന് ഇയ്യോബ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിസന്ധിയിലും തളരാത്ത ദൈവവിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഇയ്യോബ്. വേദന നമ്മെ നിരാശയിലേക്ക് നയിക്കാം, എന്നാൽ അത് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് കാരണമാകുവാൻ പാടില്ല. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ കരുണയോടെ സംസാരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് പഠിപ്പിക്കുന്നു. നമ്മെ മനസ്സിലാക്കാത്തവരും ഉണ്ടാകും, എങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് അത്യാവശ്യമാണ്. ഇയ്യോബിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ ബിൽദാദ് ഇയ്യോബിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. ദുഷ്ടരുടെ നാശത്തെക്കുറിച്ച് അവൻ വിശദമായി വിവരിക്കുന്നു. ഇയ്യോബിൻ്റെ കഷ്ടത ദോഷത്തിൻ്റെ ഫലമാണെന്ന് അവൻ സൂചിപ്പിക്കുന്നു. ആശ്വാസം നൽകാതെ വിധി പറയുന്ന രീതിയാണ് അവൻ്റെ സംസാരത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ നീതി മനസ്സിലാക്കുന്നതിൽ മനുഷ്യരുടെ പരിമിതികളെ ഇത് കാണിക്കുന്നു. സത്യം ഉണ്ടായാലും അത് സ്നേഹമില്ലാതെ പറഞ്ഞാൽ വേദനയുണ്ടാക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യബുദ്ധിക്ക് അപ്പുറമാണ്. ആത്മീയമായി വിനയം അനിവാര്യമാണ്. മറ്റുള്ളവരെ അവരുടെ സാഹചര്യങ്ങൾ നോക്കി വിധിക്കരുത്. എല്ലാത്തിനും ലളിതമായ ഉത്തരങ്ങൾ ഉണ്ടാകണമെന്നില്ല. വേദനിക്കുന്നവരോട് കരുണയോടെ സമീപിക്കണം, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. 19-ാമത്തെ അധ്യായത്തിൽ യോബ് തൻ്റെ ഏകാന്തതയും നിരാകരണവും വിവരിക്കുന്നു. എല്ലാവരും തന്നെ വിട്ടുപോയതായി അവൻ പറയുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന ശക്തമായ വിശ്വാസ പ്രഖ്യാപനം അവൻ നടത്തുന്നു. ഇതവൻ്റെ പ്രത്യാശയുടെ പ്രകടനമാണ്. മാത്രമല്ല, ന്യായവിധിയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം എന്നും താൻ ഓർമ്മിപ്പിക്കുന്നു. ഇത് വിശ്വാസത്തിൻ്റെ ഉച്ചസ്ഥായിയാണ്. വേദനയുടെ നടുവിലും ദൈവത്തിൽ പ്രത്യാശ കണ്ടെത്തുന്ന ഭക്തൻ്റെ വിശ്വാസം ഇവിടെ കാണാം. ആത്മീയമായി ഇത് ഭാവിയിലെ വീണ്ടെടുപ്പിനെയും പുനരുത്ഥാന പ്രത്യാശയും സൂചിപ്പിക്കുന്നു. ദൈവം ജീവിക്കുന്നു എന്ന ഉറപ്പ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതുവരെയുള്ള വായനയിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ യേശു കർത്താവിനെ ഇയ്യോബ് മധ്യസ്ഥനായും ഇപ്പോൾ വീണ്ടെടുപ്പുകാരനായും അവതരിപ്പിക്കുന്നു. കഠിനമായ പ്രതിസന്ധികളിൽ പോലും പ്രത്യാശ നഷ്ടപ്പെടരുത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ വിശ്വാസം അർപ്പിക്കണം. മനുഷ്യർ വിട്ടുപോയാലും ദൈവം വിട്ടുപോകുകയില്ല. ഈ അധ്യായത്തിൽ ഇയ്യോബിനെ ഒരു അന്ത്യകാല സുവിശേഷ പ്രസംഗകനായി ദർശിക്കാം. തൻ്റെ സുഹൃത്തുക്കളോട് വീണ്ടെടുപ്പുകാരനെക്കുറിച്ചും മരണാനന്തര പ്രത്യാശയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറയുന്നവൻ സുവിശേഷകനല്ലാതെ പിന്നാര്? 20-ാമത്തെ അധ്യായത്തിൽ സോഫർ ദുഷ്ടന്മാരുടെ സന്തോഷം താൽക്കാലികമാണെന്ന് പറയുന്നു. അവർ അവസാനം നശിക്കും എന്നാണ് അവൻ്റെ വാദം. ഇയ്യോബിൻ്റെ കഷ്ടത പാപഫലമാണെന്ന് അവൻ കരുതുന്നു. അവൻ്റെ വാക്കുകൾ ശക്തമായ മുന്നറിയിപ്പുകളാൽ നിറഞ്ഞിരിക്കുന്നു. ദുഷ്ടത നിലനിൽക്കില്ല എന്ന സത്യം ഇവിടെ കാണാം. എന്നാൽ അതിൻ്റെ പ്രയോഗം തെറ്റായാൽ അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലായി മാറും. ദൈവത്തിൻ്റെ നീതി മനുഷ്യബുദ്ധിക്ക് അപ്പുറമാണ്. സത്യവും സ്നേഹവും ഒരുമിച്ച് നടക്കണം. മറ്റുള്ളവരെ വിധിക്കുന്നതിനായി ആത്മീയ സത്യങ്ങൾ തെറ്റായി പ്രയോഗിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ലളിതമായ കാരണഫല വിശദീകരണങ്ങളെക്കാൾ ജീവിതം കൂടുതൽ സങ്കീർണമാണ്. സ്വയം നീതിമാന്മാരാകാതെ ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വസിക്കുവാൻ അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ജീവിതത്തിലെ നിഗൂഢതകൾ കൈകാര്യം ചെയ്യുമ്പോൾ ക്ഷമയും വിനയവും ആവശ്യമാണ്. ചിന്തയ്ക്കായി, കഷ്ടതകളിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നുവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിധിക്കുന്നുവോ? ഇയ്യോബിനെ പോലെ ഇപ്പോഴത്തെ വേദനയ്ക്കപ്പുറം പ്രത്യാശയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? നാം ചിന്തിച്ചാലും ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.